ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചിത്രമാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഗ്രാഫാണിത്. വെറും പ്രൊട്രാക്ടർ, നമ്മളെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള പ്രൊട്രാക്ടർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. കോമ്പസോ സ്കെയിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മിഡ് പോയിൻ്റ് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ 10 സെൻറ്റിമീറ്ററിൽ ഒരടയാളം കിട്ടാൻ വേണ്ടി. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതാ ഈ പ്രൊട്രാക്ടറാണ്. മധ്യബിന്ദു കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ മധ്യബിന്ദുവിൽ പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിൻ്റ്, പ്രൊട്രാക്ടർ മിക്കവാറും അവിടെ ഒരു ഹോളുണ്ടാവും, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലൊരു പോയിൻ്റ് ഉണ്ടാവും. യെസ്, അവിടെ വെച്ചതിന് ശേഷം 0, 10, 20, 30 അങ്ങനെ പോയിൻ്റ് ഓരോ 10 ഡിഗ്രിക്കും പോയിൻ്റ് ഇടുകയാണ്. ഓരോ 10 ഡിഗ്രിക്കും പോയിൻ്റ് ഇട്ട് അവസാനിക്കും. അത് 180 അവസാനിക്കുക. പിന്നീട് പേപ്പർ തിരിച്ച് വെക്കുകയാണ്. പേപ്പർ തിരിച്ച് വെച്ചതിന് ശേഷം ആദ്യം വെച്ച 0, 180 അത് പരസ്പരം മാറി വരും, പക്ഷേ മിഡ് പോയിൻ്റ് കറക്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ നമ്മൾ 10 മുതൽ തുടങ്ങിയാൽ മതി, കാരണം 0ഉം 180ഉം അവിടെ ഉണ്ട്. അപ്പോൾ 10, 20, 30, 40 അങ്ങനെ 170 ഡിഗ്രി വരെ 180 അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു പോയിൻറ്റിന് ചുറ്റും തുല്യ അകലത്തിൽ നമുക്കിങ്ങനെ ഓരോ 10 ഡിഗ്രി അടയാളത്തിലും പിന്നെ പോയിൻ്റ് കാണാം. ഇതാ ഇപ്പോൾ വെക്കുന്നത് 0 ഡിഗ്രി മിഡ് പോയിൻറ്റിലും ഒരറ്റത്ത് 60 ഡിഗ്രി, അത് മറ്റൊരു പോയിന്റിൽ വന്നല്ലോ, 60 ഡിഗ്രീൻ്റെ എടുക്കുക. യെസ്, എന്നിട്ട് അവിടെ വരെ പ്രൊട്രാക്ടറിൻ്റെ കർവിലൂടെ വരയ്ക്കുകയാണ്. ഇതാ അത് തന്നെയാണ് ചെയ്യുന്നത്. മിഡ് പോയിൻറ്റിൽ 0 ഡിഗ്രി വെക്കുക. പിന്നീട് ഇതാ റൈറ്റ് സൈഡിലുള്ള അത്രയും മാറുന്നുള്ളൂ. അവിടെ ഓരോ പ്രാവശ്യം നോക്കി വെക്കുമ്പോഴും അടുത്ത പോയിൻറ്റിലേക്കാണ്, പക്ഷേ അത് കൃത്യമായിട്ട് 60 ഡിഗ്രി എന്നുള്ള ആ അടയാളത്തിലായിരിക്കും. മിഡ് പോയിൻ്റ് എപ്പോഴും 0 ഡിഗ്രിയിലും. അപ്പോൾ ഒരേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്താണ് വരയ്ക്കുന്നത്. നമ്മൾ 10 ഡിഗ്രി അടയാളപ്പെടുത്തിയ ഓരോ 10 ഡിഗ്രിക്കും അടയാളപ്പെടുത്തിയ ആ പോയിൻ്റ് വരെ മാത്രം കർവ് വരയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള വൃത്തഭാഗമാണ്. 60 ഡിഗ്രി വരെ വരുന്നതുകൊണ്ട് ഒരു സർക്കിളിൻ്റെ 1/6 ഭാഗമാണ്. യെസ്, അപ്പോൾ ഇത് തന്നെ തുടരുകയാണ്. അപ്പം മിഡ് പോയിൻ്റ് അവിടെ തടിച്ച് പോകാൻ പാടില്ല. ആ പോയിൻ്റ് അവിടെ നിന്ന് കൃത്യമായിട്ട് കാണുന്ന രൂപത്തിൽ എപ്പോഴും ഈ ആ വൃത്തത്തിൻ്റെ ഭാഗം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു അടയാളം പറഞ്ഞത്. ആ പോയിൻ്റിൽ എപ്പോഴും 60 ഡിഗ്രി എന്നുള്ള അടയാളമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഒരേ ഇടവേളയിൽ ഇതിങ്ങനെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ വരുമ്പം 36 ഭാഗങ്ങളുണ്ടാവും. ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ ഓരോ 10 ഡിഗ്രി ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടല്ല, 5 സെൻറ്റിമീറ്റർ റേഡിയസിനുള്ള വൃത്തഭാഗം. അതാണ് ഒരു സാധാരണഗതിയിൽ ഒരു പ്രൊട്രാക്ടറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. വളരെ അപൂർവമായി മാത്രം 5ൽ ലേശം കൂടുന്നതും അതുപോലെ 5ൽ കുറയുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ആ കർവ് 5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള വൃത്തഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വൃത്തത്തിൻ്റെ 1/6 ഭാഗമാണ്. 1/6 പാർട്ടാണ്. കാരണം നമ്മൾ 60 ഡിഗ്രി വരെയേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ 360 ഡിഗ്രിയിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് അതൊരു പൂർണ്ണവൃത്താവുന്നത്. എല്ലാം ഒരേ തരത്തിലുള്ള കർവ് തന്നെയാണ്. ഇപ്പോൾ വെറും പ്രൊട്രാക്ടർ മാത്രം ഉപയോഗിച്ച് നമ്മളെങ്ങനെയാണ് ഒരു നല്ല ജിയോമെട്രിക്കൽ പാറ്റേൺ രസകരമായി വരച്ചെടുക്കുന്നത് എന്നതാണ്. ഇത്
നമ്മളെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള ഉപകരണം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ശരിക്കും ജോമെട്രിക്കൽ പാറ്റേണിൽ തന്നെ വരുന്നതാണ്. പുറത്തുള്ള ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരച്ച് വരച്ച് വരുമ്പം ആ മധ്യഭാഗത്തു നിന്നുള്ള ആ ഡിവിഷൻ, മധ്യഭാഗത്തു നിന്നുള്ള ആ മുറിഞ്ഞു വരുന്ന അതുണ്ടല്ലോ, ഡിവൈഡ് ചെയ്യുന്നത്, അത് കൃത്യമായിരിക്കണം. അതായത് എല്ലാ ഭാഗത്തും ആ 36 ഭാഗത്തേക്കും ഒരേ തരത്തിലാണ് പിന്നെ ഡിവൈഡ് ചെയ്ത് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തണം. യെസ്, നമ്മൾ ലാസ്റ്റ് കൂടെ വരച്ചിതാ ഇപ്പോഴിങ്ങനെയാണ് കിട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പ് പ്രൊട്രാക്ടർ തന്നെയാണ്. നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിൻ്റ് ഒരു അറ്റത്ത് വെച്ച് മറ്റേ അറ്റത്ത്, താഴെ അറ്റത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും 180 ഡിഗ്രി എന്നുള്ള പോയിന്റിലാണ്. എന്ന് വെച്ചാൽ ഓരോ ആറാമത്തേതും വെക്കുമ്പോൾ ഒന്ന് പിന്നെ മിഡ് പോയിന്റിലായിരിക്കും, മറ്റൊന്ന് 180-യിലായിരിക്കും. ഇതാ, എന്നിട്ട് 0 മുതൽ 180 വരെ, അതായത് അവിടെ തൊടുന്നത് വരെ കർവ്. ശരിക്കും ഇപ്പോൾ ഹാഫ് സർക്കിളാണ്, സെമി സർക്കിളാണ് നമ്മൾ വരച്ചത്. ഇത് തന്നെയാണ് രണ്ടാമത് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുമ്പോൾ 180ൻ്റെ പോയിന്റിൽ അവിടെ വെച്ചിട്ടുണ്ട്, മിഡ് പോയിൻ്റ് ഒരറ്റത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. ആ 2 പോയിൻറ്റും കൃത്യമായിട്ട് വെക്കുക. ഇത് മൂന്നാമത് വെക്കുന്നതും അങ്ങനെ തന്നെയാണ്. വരക്കുന്നത് 0 മുതൽ 180 വരെ ആയതുകൊണ്ട് കൃത്യം സെമി സർക്കിളാണ്, അർദ്ധവൃത്തമാണ്. അത് തന്നെയാണ് തുടരുന്നത്. ഓരോ പ്രാവശ്യവും പ്രൊട്രാക്ടർ വെക്കുമ്പോൾ ആ 180 ഡിഗ്രിയും അതുപോലെ പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിൻറ്റും, ആ രണ്ടുമാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ പോയിൻറ്റിൽ വെക്കുന്നത്. ഇപ്പോൾ 180-ൽ വെക്കുന്ന പോയിൻറ്റിൽ നിന്നും 1 2 3 4 5 6 ആറാമത്തതായിരിക്കും മിഡ് പോയിൻറ്റ്. ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ ആ പോയിൻ്റ് ആ പറഞ്ഞ പോലെ തന്നെയാണ് വെക്കുന്നതെന്നുള്ള ഉറപ്പ് വരുത്തണം. പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിൻ്റ് അതുപോലെ 180 എന്നുള്ള പോയിൻ്റ്, ആ 2 പോയിൻറ്റുമാണ് ചേർത്ത് വെക്കുന്നത് 2 അറ്റങ്ങളിൽ. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച കർവിൻ്റെ അറ്റത്താണ് രണ്ടും വെക്കുന്നത്. അപ്പോൾ ആ 2 എണ്ണം 6 എണ്ണം ഇടവിട്ടിട്ടാണ് ഉണ്ടാവുക. മേലോട്ട് മാത്രമല്ല, നമുക്ക് താഴോട്ടും വരക്കാം. താഴോട്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെയും അപ്പോഴും 180-ഉം മിഡ് പോയിൻറ്റും ചേർത്ത് തന്നെയാണ് വെച്ചത്. രണ്ടാമത്തേൽ നീക്കി വെക്കുന്നത്. അപ്പോഴും ആ 2 പോയിൻ്റ്, ഒരു പോയിൻ്റല്ല 2 പോയിൻ്റ് എങ്കിൽ മാത്രമേ വളരെ കൃത്യമായി നമ്മൾ ആ വരക്കുന്ന സെമി സർക്കിൾ തുടങ്ങുന്നത് മറ്റൊരു വൃത്തഭാഗത്തിൻ്റെ കൃത്യമായ ഭാഗത്തു നിന്നാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ചാടിപ്പോന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ വെച്ചാൽ മാത്രമേ നമുക്കങ്ങനെ കിട്ടൂ. ഇത് ചിത്രം കാണുമ്പം അതിൻ്റെ ഔട്ടർ പാർട്ട് ഒരു വൃത്ത രൂപത്തിലാണ്, എന്നാൽ അത് ശരിക്കും വൃത്തമല്ല. കാരണം നമ്മൾ വൃത്തം വരച്ചിട്ടില്ല. പല ഭാഗങ്ങൾ ചേർന്നിട്ടൊരു വൃത്തത്തിൻ്റെ രൂപത്തിലായതാണ്. അത് അവസാനിക്കുമ്പോൾ മനസ്സിലാകും. നമ്മളിപ്പോൾ വരക്കുന്ന എല്ലാം സെമി സർക്കിൾ മാത്രമാണ്. പക്ഷെ അത് കൃത്യമായി വിന്യസിക്കുന്നത് കൊണ്ട് അത് പുറം ഭാഗം ഒരു വൃത്തത്തിൽ തന്നെ തോന്നുന്നു എന്നേ ഉള്ളൂ. സൂക്ഷിച്ചു നോക്കിയാൽ അത് വൃത്തമല്ല. ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ചത് ഒരു 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ 1/6 ആണ്.
1/6 ഭാഗമാണ് മുഴുവൻ വരച്ചത്. ഇപ്പോൾ വരയ്ക്കുന്നത് 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ പകുതിയാണ്, ഹാഫാണ്. അപ്പോൾ രണ്ടും വൃത്തഭാഗങ്ങൾ തന്നെ, ഒരേ റേഡിയസ് ഉള്ള വൃത്തത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതൊരേ തരത്തിൽ വിന്യസിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഓരോ പ്രാവശ്യവും നീക്കി വെക്കുമ്പോൾ സൂക്ഷ്മതയോടെ ആ 2 പോയിൻറ്റും കൃത്യമായിട്ട്, ഇങ്ങനെ ഇപ്പോൾ ഈ രൂപത്തിൽ വെക്കുമ്പോൾ 2 അല്ല 3 പോയിൻറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. 3 പോയിൻറ്റ്, അതായത് 0 ഡിഗ്രി വെക്കുന്നത് മറ്റൊരു സർക്കിളിൻ്റെ ഒരറ്റത്താണ്. അതുപോലെ പ്രൊട്രാക്റ്റിൻ്റെ മിഡ് പോയിൻറ്റ്, അതുപോലെ 180 എന്ന് പറഞ്ഞ ആ നമ്പർ. യെസ്, നമ്മൾ ഇത്രയും അതിൻ്റെ ഗ്രാഫാക്കി വരച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ കളറിങ്ങാണ്. കളറിങ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നത് ഇത്തവണ ചെറിയ കളങ്ങളായതുകൊണ്ട് ചെയ്യുന്നത് സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ്. ബ്ലാക്കും വൈറ്റും ആയതുകൊണ്ട് ബ്ലാക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ ചെറിയ കളങ്ങളായതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബ്രഷ് പെന്നായാലും മാർക്കറായാലും പാളിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ പിന്നെ നമ്മൾ ഗ്രാഫ് വരച്ചെടുത്തത് CD മാർക്കർ കൊണ്ടാണ്, പെൻസിൽ കൊണ്ടല്ല. നിങ്ങൾക്ക് ആദ്യം തെറ്റിപ്പോകുമോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ആദ്യം പിന്നെ പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം പിന്നീട് CD മാർക്കർ കൊണ്ട് വരച്ചാലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങളെ വെക്കേഷൻ കാലത്തേക്ക് പുതിയൊരു ചിത്രവും കൂടെ നിങ്ങളെ ശേഖരത്തിലേക്ക് വരികയാണ്. വളരെ കൃത്യമായി വരച്ചെടുക്കാൻ പറ്റുന്ന A4 പേപ്പറിൽ വരച്ചെടുക്കാൻ പറ്റുന്ന ചിത്രമാണ്. അപ്പോൾ ഈ ചാനൽ പുതുതായി കാണുന്നവർ, അവർ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ പിന്നെ ചിത്രം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, എന്തെങ്കിലും നിർദ്ദേശമുണ്ട് അതൊന്ന് കമൻ്റായി രേഖപ്പെടുത്താനും, അതുപോലെ നിങ്ങളെ കൂട്ടുകാരുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റും അത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇതിപ്പോൾ 330ാമത്തെ എപ്പിസോഡാണ്. ഈ 330 എപ്പിസോഡ് കൊണ്ട് ഞാൻ ഏതാണ്ട് 500-ലധികം ചിത്രങ്ങൾ ആദ്യഘട്ടത്തിലുള്ള പിന്നെ നമ്മളെ പല എപ്പിസോഡിലും 2ഉം 3ഉം ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആ എണ്ണം അങ്ങനെ വരുന്നത്. 4 ചിത്രങ്ങൾ 5 ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് വരച്ചെടുക്കാനുള്ള സൗകര്യത്തിന് ചെറിയ പിന്നെ വീഡിയോ ആവേണ്ടതുകൊണ്ടും ഓരോ ചിത്രങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, നന്നായി വരച്ചെടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.